ചേട്ടാ ചേട്ടാ എൻ്റെ ക്ലാസ് തുടങ്ങാറായി, ഒന്ന് ടി വി വെച്ച് തരാമോ? പോടി, നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ അമ്മ ടി വി വെച്ച് തരൂ. എന്താ നിന്റെ വീട്ടിൽ ടി വി ഇല്ലേ? ഇല്ല, ഇത്തിരി വെച്ച് താ ചേച്ചി. അയ്യേ നിന്റെ വീട്ടിൽ ടി വി ഇല്ലേ? അയ്യേ നിന്റെ വീട്ടിൽ ടി വി ഇല്ലേ? അയ്യേ നിന്റെ വീട്ടിൽ ടി വി ഇല്ലേ? അമ്മ അവിടെ വരുന്നു. എന്താ മോളെ, എന്തു പറ്റി? അമ്മേ, ഇന്നും എനിക്ക് ടി വി കണ്ടു പഠിക്കാൻ പറ്റിയില്ല. അച്ഛനോട് പുതിയ ടി വി വാങ്ങാൻ പറയണം. മോക്കറിയാമല്ലോ, ടി വി വാങ്ങാനുള്ള കാശൊന്നും അച്ഛൻ്റെ കയ്യിലില്ല. കൂടാതെ ഇപ്പോൾ പണിയും കുറവാ. പിന്നെ എങ്ങനെ ടി വി വാങ്ങും? എല്ലാവരും ടി വി കണ്ടു പഠിക്കുന്നു, ഞാൻ ഇനി എങ്ങനെ പഠിക്കും അമ്മേ? മോള് വിഷമിക്കണ്ട. അമ്മ അച്ഛനോട് പറഞ്ഞ് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ആ, ഇത്തിരി പഴം കഞ്ഞി ഇരിപ്പുണ്ട്, മോക്കമ്മ തരട്ടെ. എന്താ മനുഷ്യ, ഇന്നും പണിയില്ലേ? എന്തു പറയാനടി, തിരുവനന്തപുരം കംപ്ലീറ്റ് ഹോട്ട്സ്പോട്ടായി. ഇപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉറവിടവും കണ്ടെത്താൻ പറ്റുന്നില്ല. 3 മാസം മുമ്പ് ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാടിനും പേടിക്കേണ്ട അവസ്ഥ വന്നു. പണിയില്ലാതിരുന്ന് കിട്ടിയ സൈറ്റാ, അതും കൂട്ടി. എങ്ങനെയെങ്കിലും ഈ കൊറോണ ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ മുണ്ടും ഷർട്ടും കിടന്നുകൊണ്ട് വന്നേ, കുളിച്ചിട്ട് കയറാം. ആ, മോളോടെ നിന്നേ, അച്ഛൻ കുളിച്ചിട്ട് വരാം. എന്താടി? അമ്മൂന് പഠിക്കണമെന്ന്, അവക്കൊരു ടി വി വാങ്ങണം. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? അതിന് പണം വേണ്ടേ? ഈ അവസ്ഥയിൽ 1 രൂപ പോലും ആരും കടം തരില്ല. എന്തായാലും ഒരു ടി വി വാങ്ങണം. അപ്പുറത്തെ വീട്ടിലെ പിള്ളേർ മോളെ കളിയാക്കുകയാണ് ടി വി ഇല്ലാത്ത വീടെന്ന് പറഞ്ഞ്. നാളെ ഞാൻ അപ്പൂനൊന്ന് കാണട്ടെ. ഇത്തിരി പലിശ കൂടിയാലും കുഴപ്പമില്ല. മോളെ പഠിത്തത്തിന് വേണ്ടിയല്ലേ നമുക്കൊരു ടി വി വാങ്ങാം. നീ കിടക്ക്. കാശ് വേണ്ട, ഇതൊരു നല്ല കാര്യത്തിനാണ്, അതുകൊണ്ട് വേണ്ട. വേണ്ട 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 വേണ്ട. സാറ് കൊണ്ട് കൊടുത്താ പോരെ, ഞാൻ കൂടെ വരണോ? താൻ കൂടി വരണം, അതാ അതിൻ്റെ ഒരു ശരി. മോനെ, ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? കുറച്ചും കൂടി ഉണ്ട് അങ്കിൾ. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഞാനിവിടെ വരാൻ കാരണം ഇവനാണ്. വിളിക്കുമോനെ. അമ്മോ അമ്മോ അമ്മോ. നന്ദിയുണ്ട് സാർ, വളരെ നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് എന്നോടല്ല രമേശ, ഈ മനുഷ്യനാണ്.
ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ്. ടി വി ഇല്ല എന്നുള്ള പേരിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയും പഠിക്കാതിരിക്കാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. മോർണിംഗ്. മോളിങ് വന്നേ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിലാ? മോൾ എന്തിനാ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? വീട്ടിൽ TV ഇല്ല. മോക്ക് പഠിക്കാൻ ടി വി ഇല്ലേ? ഹലോ. ഹലോ സാർ, പറയൂ. താങ്കൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ ടി വി എനിക്കിപ്പോൾ തന്നെ വേണം. അതിനെന്താ സാർ, ഷോറൂമിൽ നിന്ന് ഇപ്പോൾ തന്നെ സ്റ്റാഫിനെ വിട്ടേക്കാം. സാർ സ്ഥലം പറഞ്ഞാൽ മതി. ശരി. സാർ, പിന്നെ ഞങ്ങളുടെ ഷോറൂമിലെ എല്ലാ സ്റ്റാഫുകളും ഓരോ ടി വി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അർഹതപ്പെട്ടവരെ സാർ തന്നെ കണ്ടെത്തിയാൽ മതി. ശരി സാർ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഓക്കെ. യുടെ മനസ്സ്, പരസ്പര സഹായം. കൊറോണ വൈറസിന് നമ്മുടെ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുവാൻ സാധിച്ചു. പക്ഷേ നമ്മൾ ഓൺലൈൻ പഠനത്തിലൂടെ നമ്മുടെ അധ്യയന വർഷം തുറന്നു. എന്നാൽ ഓൺലൈൻ പഠനം എല്ലാ വീടുകളിലും എത്തിച്ചേർന്നിട്ടില്ല. അത് നമ്മുടെ ഭരണകർത്താക്കളിലൂടെയും നമ്മുടെ അധ്യാപകരിലൂടെയും നാട്ടിലെ നല്ല മനസ്സുള്ള വ്യക്തികളിലൂടെയും നാടെങ്ങും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കൊറോണ വൈറസിനെ അതിജീവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാടിൻ്റെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസ സംരംഭം നമുക്കൊരുമിച്ച് പടുത്തുയർത്താം. ഇതുപോലൊരു നല്ല നാളേക്കായി ഇനി നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം? അതെ, കാത്തിരുന്നേ പറ്റൂ. ജയ് ഭാരത്. ഹരിത സുന്ദര സന്നിധി തിരുനാഥനന്റെ പ്രണാമം. അരുണശോഭിതവാനിതിൽ അതിനാഥനന്റെ പ്രണാമം.